വെൽക്കം ബാക്ക് ടു സലം ലേണിംഗ്. വീവസ് ആണ് മക്കളെ. നമ്മുടെ ഓണപരീക്ഷയൊക്കെ ഇങ്ങനെ എത്തിയല്ലേ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യേണ്ടതുണ്ട്, ഏതൊക്കെ രീതിയിലാണ് ക്വസ്റ്റ്യൻസ് വരാം എന്നുള്ള ആക്ടിവിറ്റീസ് ഒക്കെ നമുക്കൊന്ന് ചെയ്ത് നോക്കേണ്ടതുണ്ട്. അപ്പൊ ഈ ഒരു വീഡിയോയിൽ മിസ് പറഞ്ഞു തരാൻ പോകുന്നത് 2 ആക്ടിവിറ്റീസ് ആണ്, എക്സാമിന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ആണ് കേട്ടോ. അപ്പൊ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മിസ്സിന്റെ കുട്ടികൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മൾ മാത്രം പഠിച്ചാൽ പോരല്ലോ, നമ്മുടെ ഫ്രണ്ട്സും കൂടെ പഠിക്കണ്ടേ. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക, ഈ ഒരു ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം അല്ലെ. ഇവിടെ നോക്കിക്ക്, കംപ്ലീറ്റ് ദ വേർഡ്സ് യൂസിങ് ദ വേർഡ്സ് ഇൻ ദ ബിലോ. കംപ്ലീറ്റ് ദ വേർഡ്സ് യൂസിങ് ദ വേർഡ്സ് ഗിവൺ ബിലോ. അപ്പൊ താഴെ തന്നിട്ടുള്ള വേർഡ്സ് നമ്മൾ എന്ത് ചെയ്യുക, താഴെ തന്നിട്ടുള്ള ഈ ഒരു വേർഡ്സ് കംപ്ലീറ്റ് ചെയ്യാനാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ്. വേർഡ് സൺ എന്നാണ് കേട്ടോ. കംപ്ലീറ്റ് ദ വേർഡ് സൺ യൂസിങ് ദ വേർഡ്സ് ഗിവൺ ബിലോ. ഇവിടെ ഐ ക്യാൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ വേർഡ് സണ്ണില് ഫസ്റ്റ് സിംഗ് എന്ന് തന്നിട്ടുണ്ട് അല്ലെ. ഇത് നമുക്ക് ഓപ്ഷൻസ് ഉള്ള ബോക്സിൽ പ്ലേ ഉണ്ട്, ഡാൻസ് ഉണ്ട്, ടോക്ക് ഉണ്ട്, ജമ്പ് ഉണ്ട്, റൺ ഉണ്ട്. നമ്മളോട് ചോദിച്ച ക്വസ്റ്റ്യൻ എന്താ, ഈ വേർഡ് സൺ ഈ തന്നിട്ടുള്ള വേർഡ്സ് വെച്ചിട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. അപ്പൊ ഇവിടെ ഐ ക്യാൻ സിംഗ് എന്നുള്ള ഫസ്റ്റ് മോഡൽ നമുക്ക് തന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ അതുപോലെ നമുക്ക് എങ്ങനെ എഴുതാം, പ്ലേ വെച്ചിട്ട് എങ്ങനെ എഴുതാം, ഇവിടെ നമുക്ക് പ്ലേ എന്ന് എഴുതാം. അപ്പൊ നമുക്ക് എങ്ങനെയാവും, ഐ ക്യാൻ പ്ലേ. കണ്ടോ, അടുത്ത എന്താടാ, ഡാൻസ് ആണ് അല്ലെ. അപ്പൊ ഈ വേർഡ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഡാൻസ് എന്ന് ഫില്ല് ചെയ്യാം. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, ഐ ക്യാൻ ഡാൻസ്. കണ്ടോ, ഇനി അടുത്ത് ടോക്ക് ഉണ്ട് അല്ലെ. അപ്പൊ വേർഡ്സ് ഉണ്ടല്ലോ, നമ്മൾ ടോക്ക് എന്ന് ഫില്ല് ചെയ്തു. നമുക്ക് എങ്ങനെ എഴുതാം, ഐ ക്യാൻ ടോക്ക്. കണ്ടോ, അടുത്തത് ജമ്പ് ആണ്. അപ്പൊ നമുക്ക് ഇവിടെ ജമ്പ് എന്ന് എഴുതാം. അങ്ങനെ നമുക്ക് ഐ ക്യാൻ ജമ്പ് എന്ന് സെന്റൻസ് ഉണ്ടാക്കാം. അടുത്ത് നോക്കിക്ക്, ഇനി റൺ മാത്രമേ മിച്ചുള്ളൂ. ആ റൺ നമുക്ക് ഇവിടെ എഴുതി കൊടുക്കാം അല്ലെ. അപ്പൊ അതെങ്ങനെയാവും, ഐ ക്യാൻ റൺ. അപ്പൊ ഒന്നുമില്ല, നമുക്ക് തന്നിട്ടുള്ള ബോക്സിൽ നിന്നുള്ള വേർഡ്സ് യൂസ് ചെയ്തിട്ട് ഈ ഒരു വേർഡ്സ് കംപ്ലീറ്റ് ചെയ്യാനായിരുന്നു ക്വസ്റ്റ്യൻ. സോ ഈ വേർഡ്സ് നമ്മൾ ഇവിടെ എടുത്തെഴുതി അല്ലെ. ഐ ക്യാൻ പ്ലേ, ഐ ക്യാൻ ഡാൻസ്, ഐ ക്യാൻ ടോക്ക്, ഐ ക്യാൻ ജംപ്, ഐ ക്യാൻ റൺ. അത് യൂസ് ചെയ്തിട്ട് നമ്മൾ സെന്റൻസ് എഴുതി. അപ്പൊ ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മളുടെ എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉണ്ടാവും കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യനും കൂടി നോക്കിയാലോടാ. ഇതിന്റെ ആൻസർ ഇങ്ങനെയാണ്. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നമുക്ക് ഏതെങ്കിലും കവിതകളുടെ 4 വരികൾ തന്നിട്ടുണ്ടാവും. അതേപോലെ അതേ പാറ്റേണിൽ ബാക്കി വരികൾ കംപ്ലീറ്റ് ചെയ്യുക. ആഡ് മോർ ലൈൻസ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മളോട് എക്സാമിന് എപ്പോഴും ചോദിക്കുന്നതാണ് അല്ലെ. അപ്പൊ ഇവിടെ നോക്കിക്ക്, ആഡ് മോർ ലൈൻസ് യൂസിങ് ദ വേർഡ്സ് ഗിവൺ ബിലോ. താഴെ തന്നിട്ടുള്ള വേർഡ്സ് യൂസ് ചെയ്തിട്ട് കൂടുതൽ ലൈൻസ് കംപ്ലീറ്റ് ചെയ്യാനാണ്. അപ്പൊ ഫസ്റ്റ് ഈ കവിത നമുക്കൊന്ന് വായിച്ചു നോക്കാം. ബട്ടർഫ്ലൈ ബട്ടർഫ്ലൈ കം വിത്ത് മീ, കം വിത്ത് മീ, വി ക്യാൻ പ്ലേ, വി ക്യാൻ ജംപ്, വി ക്യാൻ ഡാൻസ്, വി ക്യാൻ ടോക്ക്. ബട്ടർഫ്ലൈയോട് പറയാണ്, ബട്ടർഫ്ലൈ എൻ്റെ കൂടെ വരൂ, നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ജമ്പ് ചെയ്യാം, നമുക്ക് കളിക്കാം, നമുക്ക് ഡാൻസ് ചെയ്യാം, നമുക്ക് സംസാരിക്കാം. കണ്ടോ, അപ്പൊ നമ്മൾ തന്നിട്ടുള്ള ഈ ഒരു ആക്ടിവിറ്റിയിലെ ഈ വേർഡ്സ് യൂസ് ചെയ്തിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു പോം കംപ്ലീറ്റ് ചെയ്യാം അല്ലെ. അടുത്തത് നമ്മളോട് പറയാണ്, ബട്ടർഫ്ലൈയോട് ആദ്യമേ പറഞ്ഞു. അടുത്തത് നമ്മൾ കിറ്റണിനോട് പറയാണ്, ലിറ്റിൽ കിറ്റൺ, ലിറ്റിൽ കിറ്റൺ, കം വിത്ത് മീ, കം വിത്ത് മീ. നമുക്ക് എന്ത് എഴുതാം, ഇത് തന്നെ എടുത്ത് എഴുതാം അല്ലെ. വി ക്യാൻ പ്ലേ. ഓക്കെ, വി ക്യാൻ പ്ലേ. അതുപോലെ തന്നെ വി ക്യാൻ ജമ്പ് ഉണ്ട്, വി ക്യാൻ ഡാൻസ് ഉണ്ട്, വി ക്യാൻ ടോക്ക് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, കിറ്റണിന് പകരം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പപ്പി ആക്കാം. കണ്ടോ, പപ്പി ആക്കാം. എന്നിട്ട് നമുക്ക് ബാക്കി കംപ്ലീറ്റ് ചെയ്യാം. എങ്ങനെയായിരിക്കും, ഡിയർ പപ്പി കം വിത്ത് മീ, കം വിത്ത് മീ, വി ക്യാൻ പ്ലേ, വി ക്യാൻ ജംപ്, വി ക്യാൻ ഡാൻസ്, വി ക്യാൻ ടോക്ക് അല്ലെ. അപ്പൊ നമുക്ക് ഓപ്ഷൻസിൽ ഈ പറഞ്ഞ പോലെയുള്ള പപ്പി, ഓക്കെ, പിന്നെ കിച്ചൺ, ബട്ടർഫ്ലൈ, ഇങ്ങനെയായിരിക്കും തന്നിട്ടുണ്ടാവുക. അപ്പൊ ഈ വേർഡ്സ് യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഈ വരികൾ കംപ്ലീറ്റ് ചെയ്യണം. കണ്ടോ, ബട്ടർഫ്ലൈ ബട്ടർഫ്ലൈ കം വിത്ത് മീ, കം വിത്ത് മീ, വി ക്യാൻ പ്ലേ, വി ക്യാൻ ജംപ്, വി ക്യാൻ ഡാൻസ്, വി ക്യാൻ ടോക്ക്. അടുത്ത നോക്കിക്കേടാ, ലിറ്റിൽ കിറ്റൺ കം വിത്ത് മീ, കം വിത്ത് മീ, വി ക്യാൻ പ്ലേ, വി ക്യാൻ ജംപ്, വി ക്യാൻ ഡാൻസ്, വി ക്യാൻ ടോക്ക്. അടുത്ത പപ്പിയോടാണ്, ഡിയർ പപ്പി കം വിത്ത് മീ, കം വിത്ത് മീ, വി ക്യാൻ പ്ലേ, വി ക്യാൻ ജംപ്, വി ക്യാൻ ഡാൻസ്, വി ക്യാൻ ടോക്ക്. അപ്പൊ ഇതുപോലെ 4 വരികൾ തന്നിട്ട് ബാക്കി 4 വരികൾ എഴുതുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മുടെ എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഇതുപോലെ ക്വസ്റ്റ്യൻസ് ചോദിച്ചാൽ എങ്ങനെ അടിപൊളിയായിട്ട് എഴുതണം എന്ന് മനസ്സിലായോ? അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മിസ്സിന്റെ കുട്ടികൾ എന്ത് ചെയ്യുക, ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലെയുള്ള വീഡിയോസ് ആയിട്ട് നമുക്ക് ഇനിയും കാണാം. അതുവരെ ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.